ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാം ഈ അസ്തമ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ആകുന്നാരെ ഒരു കൊച്ചു കഥാപ്രസംഗം പ്രസംഗിക്കാനാണ്. കഥ കുരിശിന്റെ പതനം, കുരിശിന്റെ ഗർജനം. അതെ, കുരിശിന്റെ ഗർജനം, കുരിശിന്റെ പതനം. മുസൽമാന്റെ രോമാഞ്ചമായ ആ പുണ്യകേണം ആരൊക്കെയോ വികലമാക്കിയിട്ടുണ്ട്. അതാരാണെന്നല്ലേ നമുക്ക് പോയി നോക്കാം. മനുഷ്യ മക്കളുടെ കർമ്മഗുണങ്ങൾ അനന്തമേകുന്ന കളങ്കുവിരങ്ങളൊന്നും കേട്ടതേയില്ല. കുരിശിന്റെ മിനാരങ്ങളിൽ പാൽ പറക്കുന്ന വെള്ളരിപ്രാവുകളെ കണ്ടില്ല. മുസൽമാന്റെ മനസ്സാന്തരങ്ങൾ മാറാത്ത ഒരു സമ്മാനിച്ചുകൊണ്ട് കുരിശേന്റെ വ്യാപാരികൾ ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തളങ്ങളിൽ ഇരച്ചു കയറി. സുബ്ഹാനല്ലാഹ്, 70,000-ഓളം മുസ്ലിം പണ്ഡിതന്മാർ വധിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല, ഇതൊരിക്കലും സഹിക്കാനാവില്ല. കുരിശൊന്ന് തിരിച്ചു പിടിക്കണം. അതിനാർക്ക് കഴിയും? അതാരെ കയ്യിലായിരിക്കും ആ സ്വപ്ന സാക്ഷാത്കാരം? ആ വീരമുദ്രന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഗ്രാമം ഹർഷപുളിതമാണ്. ഏതോ ഒരു വീരപുത്രന്റെ വിരൽക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഗ്രാമനിവാസികൾ. അതെ, അത് മറ്റാരുമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ പ്രകാശഗോപുരം കാഴ്ച ശോഭിച്ചു നിൽക്കുന്ന ആ വീരയോദ്ധാവ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. മുസൽമാന്റെ പുണ്യസ്ഥലങ്ങളുടെ കയ്യിൽ വീണ് പിഴയുന്നത് കണ്ടപ്പോൾ ആ മഹാന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കുരിശൊന്ന് തിരിച്ചു പിടിക്കണം. ആ മഹാന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്. കുരിശിന്റെ വിജയവും അഖിലം കണ്ട് കുതിരത്തോടെ അവൻ പോലെയാണ്. സിലോക
അവസാനിപ്പിക്കുന്നു. വാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.